അശ്വന്ത് കോക്ക് പണം വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾക്ക് വേദന ഉണ്ടായി കാണും, സംശയമില്ലാത്ത കാര്യമാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നമ്മൾ ആ പറഞ്ഞ ആ വീഡിയോ, പ്രസ് മീറ്റ് ആണെങ്കിലും ന്യൂസ് 18 ഇന്റർവ്യൂ ആണെങ്കിലും പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുൾ ആയിട്ട്. അതിന്റെ കോണ്ടന്റ് പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അശ്വന്ത് കോക്കിന്റെ പേര് അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്യാഷ് ഡിമാൻഡ് ചെയ്തു എന്നല്ല നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. സുരേഷ് ഗോപി മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. ആദ്യം സുരേഷ് ഗോപി ഒരു അഹങ്കാരിയാണ്. സുരേഷ് ഗോപി നാട് നന്നാക്കണ മുമ്പ് ആദ്യം കുടുംബം നന്നാക്കണം. മക്കളെ മര്യാദയ്ക്ക് വളർത്തണം. എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മോളും നമ്മളെപ്പോലെ തന്തയില്ലാതെ വളരുവാനോ? അയ്യോ, ഞങ്ങൾ അനാഥരാണേ, ഗുണ്ടകളല്ല. നാവിടി അമ്മച്ചിയുടെ മാവും കലം. അവസ്ഥ, വല്ലാത്ത അവസ്ഥ. മാധവ് സുരേഷ്, അയ്യോ, താഴെ ചവിട്ടാനേ പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊന്നും കാണാനില്ല. ഞാൻ നോക്കിയിട്ട് കിട്ടുന്ന പോലുമില്ല. പോയി കളഞ്ഞിട്ട് നാട് വിട്ട് കാണും. മിക്കവാറും ലാലേട്ടൻ്റെ മോൻ്റെ കൂടെ എവിടേക്ക് വല്ല വനവാസത്തിനും പൊയ്ക്കുകയാണ് പ്രണവ് മോഹൻലാൽ. ഓക്കെ, അറിയാൻ പാടില്ല. അയ്യോ, അമ്മാതിരി ആളിഞ്ഞ് ചീഞ്ഞ് നാറി നത്തം കൊട്ടി. ഒന്നും പറയാനില്ലടേ മാധവേ, നീ അങ്ങ് തീർന്ന്. നീ അങ്ങ് എടുത്ത് ചാട്, അതാണ് നല്ലത്. എടുത്ത് ചാട് എവിടെയെങ്കിലും. തീർത്ത് കളഞ്ഞ്. എല്ലാവർക്കും നമസ്കാരം. അശ്വന്ത് കോക്ക് എനിക്ക് അവന് വലിയ താല്പര്യമുള്ളൊരു കൂട്ടത്തിലുള്ളതൊന്നുമല്ല. ചുമ്മാ വാല കോല എന്നൊക്കെ റിവ്യൂ പറയാറുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വീക്കിൽ കൂടി അവനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിരടി പടം അവന് പിടിച്ചു, എന്നിട്ട് വേറെ ഏതോ ഒരു പടത്തിൻ്റെ കേസിലോ വന്നിട്ട് കണവണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ ഒരുമാതിരി പാർഷ്യാലിറ്റി കാണിച്ച് സംസാരിക്കാറുണ്ട്. പേഴ്സണലി എനിക്ക് അവൻ്റെ റിവ്യൂ പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമല്ല. ഓക്കെ, അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇവൻ അശ്വന്ത് കോക്ക് 1,00,000 രൂപ വാങ്ങിയെന്നും അതിന് തെളിവുണ്ടെന്നും ഞാൻ ഭയങ്കരമായിട്ട് അറിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാധവ് സുരേഷും അവൻ്റെ യാതൊരു പ്രൊഡ്യൂസറും കൂടി ഇരുന്ന് പ്രസ് മീറ്റ് ഇരുന്ന് ഇങ്ങോട്ട് കൊണയടിച്ചു കൊടുത്ത്. പിന്നെ നടന്നത് ചരിത്രമാണ്. അശ്വന്ത് കോക്ക് മിണ്ടായിരിക്കുമോ? ഒന്നുകിൽ അവൻ പൈസ വാങ്ങിയതിന് നീയൊക്കെ തെളിവ് കാണിക്കണം, അല്ലെങ്കിൽ നീയൊക്കെ മിണ്ടാതിരിക്കണം. പ്രസ് മീറ്റ് വന്നിരുന്ന് കൊണയടിച്ച് കഴിഞ്ഞാൽ അവൻ കേട്ടോണ്ട് മിണ്ടായിരിക്കുമെന്ന് നീയൊക്കെ വിചാരിച്ചതാണ് നിനക്കൊക്കെ പറ്റി തെറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇവൻ എന്നെ ഒരുമാതിരി കൊട്ടിയിട്ട് പോകുന്നുണ്ട്, പേര് പറയുന്നില്ല, എനിക്കിട്ട് കൊട്ടിയിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി. ഓക്കെ, അത് വിട്, അവൻ്റെ കോണത്തിലെ ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, അതിൽ ലാംഗ്വേജ് കണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അശ്വന്ത് കോക്ക് പൂരത്തെറി വിളിച്ചുകൊണ്ട് തന്തയ്ക്കും തന്തയ്ക്കും മുത്തിക്കും ഒക്കെ വിളിച്ച് ആരെ, പ്രൊഡ്യൂസറിനെയും ഈ പറയുന്ന മാധവ് സുരേഷിനെയും. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം എനിക്ക് ചിരി വന്നത്, ഇവൻ ധ്യാൻ ശ്രീനിവാസനെ പൊക്കി പറഞ്ഞ്. അവിടെയാണ് ഞാൻ ആലോചിച്ചത്, മൂഞ്ചിയടാ മൂഞ്ചി. കാരണം ധ്യാൻ ശ്രീനിവാസൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പോലെ റിവ്യൂസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ക്രിറ്റിസം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അവരുടെ അഭിപ്രായം പറയുന്നത് നമ്മളെ ഇഷ്ടമുള്ള സിനിമ എടുക്കുന്ന ആ ഒരു സെറ്റപ്പിൽ വളരെ പോസിറ്റീവായിട്ടൊക്കെ മുന്നേ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ധ്യാൻ. എന്നാൽ ഇവിടെ മാധവ് സുരേഷ് വന്നിരുന്നിട്ട് വേഷം അങ്ങോട്ട് തള്ളി മറിഞ്ഞു. മാധവ് സുരേഷ് മാത്രമല്ല, അവൻ്റെ പ്രൊഡ്യൂസറും കൂടി ഇരുന്നും കൊണ്ട് ഇവൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് തള്ളി അങ്ങോട്ട് വിടുമായിരുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി മാധവ് സുരേഷ് കോക്കടിച്ചേറി കയറ്റിയതിനു ശേഷം മൂഞ്ചി തിരിഞ്ഞ് നാട്ടുകാർ പൂരത്തെറി വിളിയായതിനു ശേഷം വീണ്ടും ന്യൂസ് 18 വന്നിട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവൻ പറയുന്നത് എന്താ, തള്ളേ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ലേ എന്നുള്ള സെറ്റപ്പിൽ അവനായി. എന്നാലും നമുക്ക് ഒരു അരുവേന്ന് ചെക്ക് ചെയ്യും. ആദ്യം തന്നെ മാധവ് സുരേഷിന്റെ പ്രസ് മീറ്റിലെ ഒരു ഡയലോഗ് അടിക്കുന്നു. ഞാൻ ഉള്ള കാര്യം പറ, നിനക്ക് അഭിനയിക്കുള്ള കഴിവില്ലടാ കുട്ട. വാഴ ഫസ്റ്റ് നീ കണ്ടില്ലേ, അതില് മറ്റേ സൈസുള്ള അവൻ്റെ അടുത്ത് അവൻ്റെ അമ്മ പറയും, എടാ നീ പഠിക്കണ്ടാ കുട്ട, നിനക്ക് കഴിവില്ലടാ, നിനക്ക് നിന്റെ അച്ഛൻ്റെ ബുദ്ധിയാടാ. പക്ഷെ നിന്റെ അടുത്ത് ഞാൻ പറയുന്നു, നിനക്ക് നിന്റെ അച്ഛൻ്റെ ബുദ്ധിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സൂപ്പറാണ്. പൊളിറ്റിക്സിൽ വെറും മൊണ്ണയാണെങ്കിലും അല്ലെങ്കിൽ പാഴാണെങ്കിലും ഈ പറയുന്ന പോലെ സിനിമയിലെ ഒരു ക്യാരക്ടർ അഭിനയത്തിൽ അങ്ങനെ ചിങ്കം തന്നെ, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതിപ്പം നിന്റെ ചേട്ടനായാലും നിന്നെക്കാളും ഫാർ ബെറ്ററാണ് എന്ന് വെച്ചിട്ട് നിന്റെ ചേട്ടൻ ഗോകുൽ സുരേഷ് ആയാലും സുരേഷ് ഗോപിയുടെ ഒന്നും 7 ഇലത്ത് വരത്തില്ല. അങ്ങനെ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് മോനെ ഷിറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒന്നും 7 ഇലത്ത് നീയൊന്നും ഒരു കാലത്ത് എത്താനും പോകുന്നില്ല, അത് വേറെ, അത് വിട്. എങ്കിലും നിനക്ക് അഭിനയിക്കാൻ ഒരു കഴിവില്ലടാ. പിന്നെ നിന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നാടകത്തിൽ അടിക്കുന്ന പോലത്തെ ഡയലോഗ് ഡെലിവറി ട്രിങ്
ഈ മുഴയും ആ സാധനം ഫീലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എന്തായാലും നീ പ്രസ് മീറ്റിൽ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. എന്നെ ഹാർഡ് വർക്ക് ചെയ്യാനൊന്ന് അനുവദിക്കണം. പറ്റൂല, നീ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നടക്കത്തില്ലടാ കുട്ട, നിന്നെ കൊണ്ട് പറ്റത്തില്ലടാ, നിനക്ക് അതിനുള്ള കഴിവില്ലടാ കുട്ട, സത്യമായിട്ടും. നമുക്ക് ചെയ്തല്ലേ പഠിക്കാൻ പറ്റും ഈ പണി. ചെയ്ത് പഠിക്കാൻ നിനക്ക് വേറെ എന്തൊക്കെ പണി നടക്കണം, ഈ പണി തന്നെ ചെയ്ത് പഠിക്കണം. അതിരിക്കട്ടെ, ഞാൻ നിന്നെ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിൻ ജോസ് പെരേര ഇംഗ്ലീഷും പറഞ്ഞ് കുറച്ച് പൃഥ്വിരാജ് ടോണ് പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് എനിക്ക് നിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഉള്ള കാര്യം പറയാം. അലിൻ ജോസ് പെരേരയുടെ വേറൊരു വെർഷൻ, അത്രേ ഉള്ളൂടാ. നീ അവൻ്റെ കൂടെ പോടാ, എന്നിട്ട് പാപ്പിയപ്പച്ച ഇതൊക്കെ പറഞ്ഞിട്ട് അവ ഇപ്പൊ കോണത്തിലെ റീൽസ് എടുത്തോണ്ട് നടക്കണം. ആ കൂട്ടത്തിൽ കയറിക്കോ, അതാണ് നിനക്ക് പറ്റിയത്. ഇതൊരു കോച്ചിങ് ക്ലാസ്സിന് പോയാലും ചുമ്മാ ഇൻഫർമേഷൻ വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖല അല്ലേ അത് നിനക്ക് അറിഞ്ഞിട്ടുമാണ് നീ അങ്ങോട്ട് വീണ്ടും കെട്ടി എഴുന്നള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വേറെ വല്ല പണിക്കും പോടാ, വല്ല വാർക്കപ്പണിക്കും എല്ലാം പോകും, നല്ലതാ. അതിൽ നീ പോയിട്ട് നിന്നെ കഴിവ് തെളിയിക്കും, ചിലപ്പോൾ നീ മെയിൻ ആവും. ഉള്ള കാര്യം മെയിൻ മെസ്തിരിയാ. വാർക്കപ്പണിയെ കുറച്ച് കാണുന്നതല്ല കേട്ടോ. ഓക്കെ, അതിൽ ചിലപ്പോൾ നിനക്ക് കഴിവ് കാണിക്കാനും അവിടെ പോയി 2 കട്ട എടുത്തൊക്കെ നിനക്ക് സെറ്റാകാൻ പറ്റും. പക്ഷെ ഇതിൽ സത്യടാ, പല്ലി അടിച്ചടാ, ഇതിൽ നിനക്ക് കഴിവില്ലടാ കുട്ട. എനിക്ക് അതേപോലെ അവസരം കിട്ടുമെന്ന് എന്റെ നല്ലതിന് വേണ്ടി ഞാനും എന്റെ കുടുംബവും പ്രാർത്ഥിക്കും. ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുന്ന ഒരാളാണ്. എടാ, താൻ പാതി ദൈവം പാതി എന്നാണ് കേട്ടാ, അല്ലാതെ ഫുള്ളായിട്ട് ദൈവം എടുത്ത് തരൂല. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ ദൈവം കുറച്ച് പ്രോത്സാഹിപ്പിച്ച് വിടും. അങ്ങനെയാണ്, നീ തെറ്റിദ്ധാരണ പെടാത്തരുത്. എന്നെ ഹാർഡ് വർക്ക് ചെയ്യാനൊന്ന് അനുവദിക്കണം. ഇതുവരെ എന്റെ കൂടെ വർക്ക് ചെയ്ത ഏതൊരു ടീമിന്റെ അടുത്ത് ചോദിച്ചാൽ എന്റെ പെർഫോമൻസിനെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും, എന്റെ കമ്മിറ്റ്മെന്റിനെ ഒരിക്കലും അവർക്ക് പറയാൻ പറ്റത്തില്ല. പെർഫോമൻസിനല്ലടാ അവർക്ക് പറയാനുള്ളൂ, നിന്റെ കമ്മിറ്റ്മെന്റ് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നീ അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വന്നിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിന്റെ പെർഫോമൻസിൽ വല്ലതും ഉണ്ടെങ്കിലേ അവർക്ക് അതുകൊണ്ട് വല്ല ഉപയോഗമുള്ളൂ. അല്ലാതെ നിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കട്ടയ്ക്ക് നിന്ന്, പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, എന്റെ പെർഫോമൻസ് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാടാ. മുണ്ണ വർത്തമാനം പറയാതെടാ. അയ്യോ, അപ്പന് നാണക്കേടായ മോനായിപ്പോ ഇത്, വല്ലാത്ത അവസ്ഥ. ഇതല്ല, നിന്റെ അച്ഛനൊക്കെ എന്നെ ആക്ടറാടാ. ടൈഗർ, ചിന്താമണി കൊലക്കേസ്, ഭരചന്ദ്രൻ IPS, അങ്ങനെ ഇത്ര പടങ്ങൾ. അയ്യോ, അത് വെച്ച് നോക്കുമ്പോൾ അങ്ങേരെ ചെരുപ്പെടുക്കാനുള്ള യോഗ്യത നിനക്കില്ല. പൊളിറ്റിക്സിൽ നിന്റെ അപ്പം വെറും ഫെയിലാണ് കേട്ടാ, പക്ഷെ സിനിമയിൽ വേറെ ലെവല്. പറ നീ. തീർന്നല്ലേ? ഇനി നമുക്ക് ഇവൻ്റെ പുതിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇവൻ വന്ന് അടിച്ചിട്ടുള്ള കോണ നിങ്ങളൊന്ന് കേൾക്കണം. അതായത് ഇപ്പോൾ വന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അശ്വന്ത് കോക്ക് പൈസ വാങ്ങി നല്ല പറഞ്ഞത്. അയ്യോ, നമുക്ക് അങ്ങനത്തെ ഒരാൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആയതാണ്, ഈ സെറ്റപ്പിലായ സംസാരം. എന്ത് ഉൾട്ടേടാ നീയൊക്കെ. എടാ പോട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇങ്ങനെ നാട്ടുകാർ മൊത്തം, മലയാളികൾ മൊത്തം നിന്നെ ഒന്നടങ്കം എടുത്ത് തറയിലടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. എന്ന് വെച്ചിട്ട് മൊണ്ണ തന്നെയല്ലേ. നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ഫേക്ക് കാര്യങ്ങൾ അറിയാവുന്ന, ഞാനും മാധവനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പരസ്യമായിട്ടൊരു പക്ഷെ അശ്വന്തിന്റെ പേര് കൂടി ഒരു അഭിമുഖത്തിൽ വരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടായി കാണും. അയാളെ സംബന്ധിച്ചാണല്ലോ അതങ്ങനെ പ്രചരിച്ചത്. അശ്വന്ത് കോക്ക് പണം വാങ്ങി ആണോടാ? തീർച്ചയായിട്ടും പണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾക്ക് വേദന ഉണ്ടായി കാണും, സംശയമില്ലാത്ത കാര്യമാണല്ലോ. തീർച്ചയായിട്ടും ആട്ടിക്കൊണ്ടിരിക്കാതെ വീണ്ടും എടുത്ത് പറയുന്നത്, നമ്മൾ ആ പറഞ്ഞ വീഡിയോ നിങ്ങൾ പ്രസ് മീറ്റ് ആണെങ്കിലും ന്യൂസ് 18 ഇന്റർവ്യൂ ആണെങ്കിലും പ്ലീസ് ഒന്ന് പോയി കണ്ടു നോക്കുക ഫുള്ളായിട്ട്. അതിന്റെ എടാ കിഴങ്ങ, നമ്മൾ ഫുള്ള് കണ്ടിട്ടാണ് വന്നിട്ട് സംസാരിക്കുന്നത്. നീ നമ്മളൊരുമായി കിഴങ്ങന്മാരാക്കല്ലേ. കണ്ടോണ്ടിരിക്കുന്ന നമ്മളെല്ലാം മറ്റേ തിന്നുന്ന അരി തന്നെയാണ്, അല്ലാതെ വേറെ കാട്ടമൊന്നുമല്ല. മാന്യമായിട്ട് സംസാരിക്കും. അവനെ പോലുള്ളവന്മാർ എന്നെ സമ്മതിക്കില്ല. പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അശ്വന്ത് കോക്കിന്റെ പേര് അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം ക്യാഷ് ഡിമാൻഡ് ചെയ്തു എന്നല്ല നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നെ തേങ്ങയെന്നാടാ നീയൊക്കെ പറഞ്ഞത്? തള്ളി മറിക്കുന്നോടാ കള്ള കടയാടികളെ. നില്ല്. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. ഇതെന്ത് തേങ്ങ ഇപ്പൊ പറഞ്ഞേ? നീ നേരത്തെ എന്താ പറഞ്ഞേ? അതായത് ലേറ്റസ്റ്റ് ആയിട്ട് അവൻ പറയുന്ന അയ്യോ നമ്മൾ അശ്വന്ത് കോക്ക് പൈസ വാങ്ങിയെന്നല്ല പറഞ്ഞത്. പ്രസ് മീറ്റിൽ എന്നാടാ നീയൊക്കെ കീരവത്തുണ്ടാക്കിയത്? ബാക്കി പറ. ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും. കണ്ടല്ല? അപ്പൊ അടുത്തിരുന്ന് ഇളിഞ്ചവായ
ഇളിച്ചോണ്ടിരിക്കണ നീ, എന്നിട്ട് ഇപ്പൊ കൊണവധികാരം പറയുന്ന. 1 ലക്ഷം രൂപ കൊടുത്ത പോസിറ്റീവായി. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എടാ പൊട്ട മൊണ്ണെ, ഇത് തന്നെ ഞാനും പറയത്തുള്ളൂ. പിന്നെ നീ എന്ത് തേങ്ങയാ പറയുന്നേ? ഏറി കയറിയപ്പോ വന്നിട്ട് നേരെ ഉൾട്ടയടിക്കുന്ന, അപ്പുറത്ത് വിളിച്ചോണ്ടിരുന്നിട്ട് പൈസ വാങ്ങി എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇപ്പൊ കൊണവധികാരം പറയുന്നടാ കാട്ടുമൊണ്ണെ. പറ. നമ്മുടെ അനുഭവം, നമ്മുടെ സത്യാവസ്ഥ, ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ടൈം റെക്കോർഡ് ചെയ്ത് വെച്ചത് സെക്കൻഡ് ഇൻസ്റ്റൻസ് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതേ സമയത്ത് നമ്മുടെ പ്രസ് മീറ്റിന്റെ ടൈമില് മീഡിയയുടെ സൈഡിൽ നിന്നായിരുന്നു വേറൊരു എമൗണ്ട് അശ്വിൻ കോക്ക് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നത്. അത് നമ്മളാരും അല്ല, ഞാനും അല്ല. നീ അല്ല, പിന്നെ നിന്റെ അവൻ പറഞ്ഞല്ലോ, കോക്ക് പറഞ്ഞല്ലോ, നിന്റെ തന്തയാണോടാ? എന്തുവാടാ മാധവ നീ ഇത്? നീ പോങ്ങനാടാ? നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കിഴങ്ങൻ മരുന്നാണോ നിന്റെ വിചാരം? കേട്ട് കിഴങ്ങ. എയറിൽ നിന്ന് ശൂന്യാകാശത്തിലേക്ക് പറക്കാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം. റോക്കറ്റ് തന്നെ ഇത്, വേറെ മാറ്റമൊന്നുമില്ല. പ്രൊഡ്യൂസറും അല്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും അത്യാവശ്യം തെറിവിളി ഞാൻ വീണ്ടും കേൾക്കേണ്ടി വന്നു. അതായത് കയ്യിലിരിപ്പ്. അശ്വിൻ കോക്കിന്റെ ഐ തിങ്ക് JSK റിവ്യൂ ചെയ്തതിലും അത്യാവശ്യം യു അണ്ടർസ്റ്റാൻഡ് ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നുന്നു. കാര്യം എനിക്ക് അതിൽ അത്ര സിഗ്നിഫിക്കന്റ് ആയ ഒരു ക്യാരക്ടർ പോലും ഇല്ലായിരുന്നു. ഈ ഒരു സിനിമയിലും എന്റെ അത് കഴിഞ്ഞ് JSK കഴിഞ്ഞിറങ്ങിയ സിനിമയുണ്ട് കുമ്മാട്ടിക്കളി, അതിലെ അത്യാവശ്യം കളിയാക്കി. എടാ സത്യം പറയട്ടാ, അശ്വന്ത് കോക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് നിനക്ക് ഇങ്ങനെ ഒരു പടമുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഉള്ള കാര്യം പറയാം, സത്യം ഉള്ള കാര്യം പറയാടാ. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്ന പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ നേരത്തെ ഒരു പടത്തിന്റെ പേരെനിക്കറിയത്തില്ല. നീ മറ്റേ അനുപമ പരമേശ്വരന്റെ സിനിമയിൽ അഭിനയിച്ച ആ സിനിമ ഞാൻ മൊത്തം കണ്ട്. ഏത്? നിന്റെ ഡാഡി അടക്കമുള്ള ആ പടം, JSK അല്ലേ? അത് ഞാൻ കണ്ട്. ജാനകി എന്തോന്ന് അങ്ങനെ എന്തോ സംഭവം, ഞാൻ പടം ഫുള്ള് കണ്ടതാണ്. അത് നിന്റെ അച്ഛനുള്ളത് കൊണ്ടാണ് ഞാൻ കണ്ടത്. നിന്റെ പടം ഞാൻ കാണൂല. നിന്റെ ഒരു പടത്തിന്റെ ഒരു ക്ലിപ്പ് മാത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓടാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ലോ. ഇത് മാത്രം. അത് സിനിമയിലെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ ഇപ്പൊ എന്തൊക്കെയോ വന്നിരുന്ന് പറയുന്നു. കോക്ക് വന്ന് ഇങ്ങനെ ഒരു റിവ്യൂ ഇട്ടപ്പോഴാണ്, മീൻസ് നിന്നെ തെറി വിളിച്ചപ്പോഴാണ് നിനക്ക് ഇങ്ങനെ ഒരു പടമുള്ള കാര്യം ഞാൻ അറിയുന്നത്. എന്നിട്ട് നിന്റെ കൊണവധികാരം ഒന്നും പണയാനില്ല. ട്രോൾ ചെയ്യപ്പെട്ട ഒരു ഡയലോഗ് വെച്ച് ആളെന്നെ ഒരുപാട് തരം താത്തുന്ന രീതിയിൽ പറയാറുണ്ട്. സാധാരണ ഒരു പ്രേക്ഷകർ കണ്ടാൽ മനസ്സിലാവും, അത് മനസ്സിലാക്കുന്നുണ്ട്. ശരി, ബട്ട് ഞാൻ ഇപ്പോഴും ഇത് വിളിച്ചത് ഇപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഇനി വേറെ വീഡിയോസിലോ അതിലെ മീഡിയ ക്ലിപ്പിംഗ്സിലോ വല്ലോ എടാ കിടന്ന് ഉരുളാതെ എനിക്ക് പട വേട്ടാളിയാ. ഉരുളനാവൻ കിടന്ന് കണ്ടോണ്ടിരിക്കണം നമ്മളെല്ലാം മറ്റേ കിഴങ്ങന്മാരെ. ഒരു ഉരുളുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതെന്ത് നേർച്ചല്ലാണ് ഉരുളാലി? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ മാത്രമാണ് ഇവിടെ. ഇത് റെക്കോർഡായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഞാൻ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ വാക്കുകൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പ്രസ് മീറ്റിലും അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ന്യൂസ് സൈറ്റിനെ ചെയ്ത് അതേ ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എടാ മെഴുകി മഞ്ഞിൻ തൂവൽ തുമ്പായി മെല്ലെ. എന്തു പാടാ നീ? മെഴുകലാണല്ലോടാ നീ കൊച്ചെറുക്ക. എടാ നിനക്ക് കഴിവില്ലടാ. ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. നിനക്ക് കഴിവില്ല അഭിനയിക്കാനുള്ള. ഓപ്പണായിട്ട് പറയാം കേട്ടോ, നിനക്ക് അതിനുള്ള കഴിവില്ല. ഇനി കിടന്ന് മെഴുകാതെ. യാത്രയിലാണെന്ന് കരുതുന്നു. മാധവ് അശ്വന്ത് കോക്കിന്റെ പ്രതികരണം കേട്ട് കാണും. ഒരുപക്ഷെ അത് അല്പം കടുത്ത പ്രതികരണമാണ്. നമുക്കതൊന്നും നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നും പുറത്തുവിടാൻ പറ്റില്ല. അത്രത്തോളം മോശം ഭാഷയിലായിരുന്നു. എന്താണ് മാധവന് കേട്ടപ്പോ തോന്നിയത്? വളരെ നല്ല ഇതായിരുന്നു, വളരെ മികച്ച ഇതായിരുന്നു. ഇതുവഴി കയറി ഇതുവഴി പറന്ന് അകത്തോട്ട് പോകാൻ പോലും പറ്റിയില്ല. ഞാൻ പ്രതികരണം ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല. എന്നത് പലരും പറഞ്ഞാണ് അറിയുന്നുള്ളത്. ഞാൻ ചുമ്മാ അല്ല നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. ഫുള്ള് കണ്ടിരുന്നത് നീ തന്നെ സ്വയം കഥം ആയന അമ്മ അതൊരു സാധനമല്ല എനിക്ക് തന്നത്. നീ ചുമ്മാ തള്ളണ്ട. നീ ഫുള്ള് വീഡിയോ കണ്ടെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ 100ഓളം ഫ്രണ്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു. എൻ്റെ ഫ്രണ്ട് മറ്റേ ലില്ലി തയ്ക്കുന്ന ചന്ദ്രിക, ആ സെറ്റപ്പിലാണ് പിടിക്കുന്നത്. എനിക്ക് ആരൊക്കെയോ അയച്ചു തന്നു, ആരൊക്കെയോ പറഞ്ഞു. ഞാൻ ഫുള്ളൊന്നും കണ്ടില്ല, എനിക്ക് അതിനുള്ള സമയമില്ല. ഞാൻ ഫുള്ള് എയറില്ല. എടിച്ചു പോടാ. അതൊന്നും ഉണ്ടായിരിക്കും ഇൻസ്റ്റയിൽ എടുത്ത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഒളിച്ചു പോയത്. അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി അല്ല വന്നത്. ഇഫ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം അശ്വന്ത് കോക്കിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്ന് അഡ്രസ് ചെയ്യാനാണ് ഞാൻ വിത്ത് ഫാക്ട്സ് ആൻഡ് പ്രൂഫ്.
നീ ആരാടാ? നീ സുരേഷ് ഗോപി സ്റ്റൈല് പിടിക്കുന്നതാടാ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നീ വെറും ഷിറ്റാടാ, ഷിറ്റ്. നിനക്ക് ജസ്റ്റ് റിമെമ്പർ ഒന്നും പിടിക്കാനുള്ള ഇതില്ല, കപ്പാസിറ്റില്ല. എടാ, കഴിവില്ലാത്തവനെ ഞാൻ കഴിവില്ലെന്ന് നിന്നെ പറയും. നിന്നെ ഞാൻ അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവൻ്റെ ഉൾട്ടേടി നോക്ക് കോപ്പ്. നമ്മൾ ആ പ്രസ് മീറ്റിൽ പോയ സമയത്ത്, അതായത് എന്റെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന്, എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാൾ നമ്മളെ വിളിച്ചായിരുന്നു. ഒരാൾ വിളിച്ച് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, അശ്വന്ത് കോക്ക് 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആള് നെഗറ്റീവ് റിവ്യൂ ഇടൂല, നിങ്ങൾ ആലോചിച്ച് കാര്യം പറയുക. നമ്മള് അച്ചൂടാ, ഇങ്ങനെയാണോടാ നീയൊക്കെ പ്രസ് മീറ്റിൽ വന്നിരുന്ന് കൊണച്ചത്? ഇങ്ങനെയാണോടാ കൊണച്ചത്? അയ്യോ, അശ്വന്ത് കോക്കിന് 1 ലക്ഷം രൂപ കൊടുത്ത അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ ഇടൂല എന്ന് പറഞ്ഞു ഒരാൾ വന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സൗമ്യമായിട്ടൊക്കെ ഇരിക്കണ്. ആ വണ്ണാക്കി തന്നുണ്ട്, നല്ല തൊണ്ടക്കകത്തൂടി ഇറങ്ങിയാ. അയ്യാ, വീണ്ടും പറയുക, അശ്വന്ത് കോക്ക് അല്ല വിളിച്ചത്, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അശ്വന്ത് കോക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഒരാളാണ് വിളിച്ചത്. ഇതിനു ശേഷം നമ്മുടെ ടീമിനുള്ളിൽ ഒരു ഓബിയസ്ലി ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരുമല്ലോ. നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഇങ്ങനെ വല്ലതുമെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. വി നീഡ് ദാറ്റ് ആസ് പ്രൂഫ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ സിനിമയിൽ വർക്ക് ചെയ്ത വേറൊരാൾക്ക് ഒരു കോള് വന്നു. ആ റെക്കോർഡിംഗ് ആയിരുന്നു. നമ്മൾ ഐ തിങ്ക് ന്യൂസ് 18 വഴിയും വേറെ ഏതൊക്കെ ചാനൽസ് വഴി പുറത്തോട്ട് പോയിട്ടുണ്ട് ആ ഒരു കോളിന്റേത്. നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഒരിടത്തും അശ്വന്ത് കോക്ക് കാശ് വാങ്ങിയെന്നോ നമുക്ക് കൊടുക്കേണ്ടി വന്നെന്നോ അശ്വന്ത് കോക്ക് നേരിട്ട് വിളിച്ചെന്നോ ഐ ഡോണ്ട് തിങ്ക് എനിവൺ. പ്രൊഡ്യൂസറും ഞാനും എന്തായാലും ആ പ്രസ് മീറ്റ് ഫുള്ള് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞുള്ള ന്യൂസ് 18 ഇന്റർവ്യൂ കണ്ടവർക്കും അറിയാം. വി ഹാവന്റ് സെഡ് ദാറ്റ്. ഓക്കെ. എന്നിട്ട് അച്ഛൻ്റെ അച്ഛൻ എടാ കാട്ട് കഴിവ്, നീ പറഞ്ഞത് ഞാൻ കേൾപ്പിക്കണം. നീ മൊണ്ണേ കണക്കിന് നിന്റെ പ്രൊഡ്യൂസർ എണ്ണം പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം, കേള്. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എടാ മൊത്തങ്ങ മൊരമോന്ത മക്കാര മോനെ, വല്ലതും അവൻ പറഞ്ഞാല് തെറ്റുണ്ടാ? ഇമാതിരി തന്തയില്ലായ്മ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞാൽ പോലെ ഇപ്പുറത്ത് വന്ന് ന്യായീകരിച്ച് മെഴുകുന്നു കാട്ടുമൊണ്ണകളെ. നിന്നെയൊക്കെ പിന്നെ എന്നാ പറയണം? ഉരുണ്ട് മെഴുകണ്. അശ്വന്ത് കോക്ക് എന്നെ ഉൾപ്പെടെ അതിൽ തെറി വിളിച്ച് ഞാൻ അവൻ്റെ വീഡിയോ എടുത്ത് വെച്ച് ചെയ്തതിന്. ഓക്കെ, പക്ഷെ ഞാനത് പുല്ലുവിലേ കൊടുത്തിട്ടുള്ളൂ. കാരണം വല്ല പട്ടിത്തിട്ടങ്ങൾ വന്ന് കിടന്ന് കുറച്ച് ഞാൻ എടുക്കത്തില്ല. പിന്നെ ഇവൻ സംസാരിച്ച വേ ഓഫ് ടോക്കും ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം നമ്മളൊക്കെ ആണെങ്കിൽ ലോക്കൽസ് നമ്മൾ ആ ലെവലിൽ കിടന്ന് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നൊക്കെങ്കിലും പറയാം. ഇവനൊരു അധ്യാപകനാണ്. അതുപോലെ റിവ്യൂ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരുത്തനാണ്. അവൻ വന്നിട്ട് 2 കുപ്പി പെഗ്ഗും അടിച്ചും കൊണ്ട് 2 കുപ്പി അടിച്ചെന്നുണ്ട്, പെഗ്ഗിൽ കയർത്തിയൊന്നുമല്ല, 2 കുപ്പി അടിച്ചും കൊണ്ട് വന്നു കിടന്ന് ഇങ്ങനെ കുറയ്ക്കുന്നത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ നിനക്ക് അണ്ണാക്കി തന്നതിൽ തെറ്റില്ല. ഏത് മാധവ് സുരേഷ് അർഹിക്കുന്നവനാണ്. ഒരു അധ്യാപകനായിട്ടുള്ളൊരു വ്യക്തി ഒരിക്കലും വന്നു കിടന്ന് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അവനൊരു മനുഷ്യനാണ്. കാരണം നീ വന്നിട്ട് ഇമാതിരി തൊട്ടി വർത്തമാനം പറഞ്ഞാൽ, നീ നിന്റെ ക്രൂ മെമ്പറും കൂടി വന്നിട്ട് തൊട്ടി വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം അടിച്ച് അണ്ണാക്കി തരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അണ്ണാക്കി കിട്ടി, അന്നനാളത്തെ കിട്ടി, പോട്ര, കുഴപ്പമില്ല. അശ്വന്ത് ഓക്കെ, നീ വിളിയടാ. ഇപ്രാവശ്യം നിനക്ക് ഞാൻ ലൈസൻസ് തന്നിരിക്കുകയാണ്. പറയടാ, പറഞ്ഞോടാ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉൾപ്പെടാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. I challenge you, I dare you, I double dare you. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. ഈ റിവ്യൂകളില് ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ മറ്റേ VD സതീശൻ പണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോകും ഞാൻ. കേട്ടല്ലോടാ മാധവേ, വയറിറച്ച് കിട്ടിയ. ഇടയ്ക്കിടയ്ക്ക് നീ ഇത് കാണുന്നത് നന്നായിരിക്കും. കാരണം നീ എന്താണെന്ന് നീ ഒന്നുകൂടി മനസ്സിലാക്കുന്നതിനായിട്ട് നിനക്ക് ഈ ഒരു വീഡിയോ എപ്പോഴും
എപ്പോഴും നീ ഡൗൺലോഡ് ചെയ്ത് വെച്ചോണം. നല്ലതാടാ മാധവേ, കിട്ടി നിനക്ക്. നിന്റെ തന്തയുടെ പേരും കൂടി നീ കളഞ്ഞല്ലോടാ. ഒന്നും പറയാനില്ല. പാവോടാ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവടാ മാധവേ. കേട്ടാ മാധവേ, നീ ഇപ്പോഴാണടാ മാധവനായത്. അശ്വന്ത് കോക്ക് vs മാധവ് സുരേഷ് ഗോപി കാണാം. പ്രത്യേകിച്ച് ഈ അശ്വതിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ there was abuse. He takes money to do reviews എന്നൊക്കെ ഉള്ളത്. It's a criminal offense. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. I collectively think no party is going to save our country or our state. Only good individuals with a strong backbone. 2 മൊണ്ണകളും കൂടി ഇരുന്ന് പറഞ്ഞ കേട്ടല്ല. 1 ലക്ഷം രൂപ അശ്വന്ത് കോക്ക് എന്നോട് ചോദിച്ചു. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്യില്ല, മീൻസ് നെഗറ്റീവ് റിവ്യൂ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. എടാ കള്ള കടയാടികളെ, 2 കൂടി ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പം ഏറി കയറി പോയപ്പോൾ നിനക്ക് ഉൾട്ടയടിച്ച് അണ്ണാക്കി പിരിവെട്ടിയാടാ. നിന്റെ അണ്ണാക്കിൽ തൊരി തരണ്ടേ. സത്യം എനിക്ക് കണ്ടപ്പോൾ കുരു പൊട്ടി. ഞാനായിട്ട് സംസാരിക്കുന്നുള്ളൂ. കാരണം ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടിട്ട് മാന്യമായിട്ട് വന്നിരുന്നു മറുനാടൻ മലയാളി പോലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഇതെന്ത് ഇങ്ങനെ കോക്കണ്ണൻ്റെ അണ്ണാക്കി കിട്ടി, അണ്ണന്മാര് മൂഞ്ചി. അണ്ണ ഒന്നുകൂടി കൊടു. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. കേട്ടല്ലോ അവൻ പറഞ്ഞത്. അശ്വന്ത് കോക്ക് എന്ന വ്യക്തി പൈസ വാങ്ങിയാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് അവന് വ്യക്തമായ തെളിവുണ്ട്. ഇതിൻ്റെ അപ്പുറം എന്താ? എടാ മാധവേ, നീ ആദ്യം ഒരിക്കൽ പറഞ്ഞ് വീണ്ടും വന്ന് കിടന്ന് എന്നെ ഉൾട്ടയടിച്ച് മെഴുകി തിരിച്ചു പറയുന്നു. നിനക്ക് ഉളുപ്പുണ്ടാടാ? ഉളുപ്പുണ്ടാ നിനക്ക്? അയ്യേ. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. നിങ്ങൾ 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ് ഞാൻ. ഇല്ലെന്നല്ലേ ബാക്കി കേൾക്കാം. ചോദിക്കുന്നത് അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഓക്കെ, ഇത് ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്തം അട്ടഹാസം, അന്തന്നല്ല എന്തോ തേങ്ങ. ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ വെല്ലുവിളിക്കാണ്. എടാ മാധവ് സുരേഷ് ഗോപിയുടെ മോനെ, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എയ്റ്റിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ് കാണിച്ചു പറയണ. ചേട്ടാ താടിക്കാരാ, നിന്റെ പറയുന്നേ, നീ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ നിന്റെ നിങ്ങളുടെ 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ് ഞാൻ. അത്രയ്ക്ക് അതപ്പച്ചാണ് നിന്റെ 1 ലക്ഷം. പോടാ തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനായിട്ട് ബന്ധപ്പെടുന്നത്. എന്റെ ഏത് ആൾക്കാരടാ? പാണ്ടിക്കരുമ്പാറ എന്റെ ഏത് ആൾക്കാരെ? പാട്ടിക്കരുമ്പറ. അയ്യോ, ഒന്നും പറയാനില്ല. 2 വർഷത്തേക്കുള്ളത് മാധവന് കിട്ടിയിട്ടുണ്ട്. എടാ ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും നീ സിനിമ നിർത്തിയിട്ട് വേറെ വല്ല പഠിച്ച കോഴ്സാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ജോലിക്ക് പോ. അതായിരിക്കും നിനക്ക് നല്ലത്. നിനക്ക് കിട്ടാനുള്ളത് 2 വർഷത്തേക്ക് ചേർത്താണ് കോക്ക് തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോക്കിൻ്റെ റിവ്യൂ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ നീ ഈ ഒരു സംഭവത്തിന് അർഹത ഉള്ളവനാണ്. ആര്? മാധവ് സുരേഷ്. എരന്ന് വാങ്ങിയത് എന്നൊക്കെ നമ്മുടെ പച്ച മലയാളത്തിൽ പറയും. അതുകൊണ്ട് അളിയാ മാധവേ, പടം നിർത്തിയിട്ട് പഠിച്ചതുമായി ബന്ധപ്പെട്ട വല്ല പണിക്കും പോകാൻ നോക്കുക. ചുമ്മാ എന്തിനിങ്ങനെ ഇനിയും കിടന്ന് മെഴുകാതെ. അയ്യോ ഞാൻ ഡ്രൈവിലാണ്, ഞാൻ തിരക്കിലാണ്, യാത്രയിലാണ്, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കുഴപ്പമില്ല, ന്യൂസ് 8 ഞാൻ ക്ലിപ്പ് തരാം. ഇന്റർവ്യൂ വീണ്ടും നാറാനായിട്ട്. ഉളുപ്പില്ലാത്തവന്മാരെ കൊണ്ട് തോറ്റ്. ഒന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ്. ബൈ.